ഈ നടന്നു പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയല്ല, നമ്മളുടെ തന്നെ പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ടഫ് ആൻഡ് ഗ്ലാസ് പർഗോലയുടെ മുകളിൽ കൂടെയാണ്. വർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഗ്ലാസ് പോർഷൻസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പർഗോള ചെയ്തിരിക്കുന്നത് 12mm സെൻഗോവൈൻ ബ്രാൻഡ് ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒപ്പം ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ചെയ്തിരിക്കുന്നത് അപ്പോളോയുടെ GI ട്യൂബിൽ 4x2, 4x4 എന്നീ സൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിനുപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ് ഓട്ടോമോട്ടീവ് പെയിൻറ്റാണ്. വാഹനങ്ങളുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കാലാവസ്ഥക്കനുസരിച്ച് നോർമൽ ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചൂട്, തണുപ്പ്, മഴ എന്നിവ ഇടവിട്ടിട്ട് വരുന്നതുകൊണ്ട് പായൽ പെട്ടെന്ന് പൊള്ളി ഇളകി പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് ഉപയോഗിക്കുന്നത്. പർഗോളയുടെ മുകളിലേക്ക് കയറുവാനായിട്ട് ഒരു ഓപ്പണിംഗ് പ്രൊവിഷൻ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ ഒരു ട്വൈസ് ഇൻ എ ഇയർ ഈ ഗ്ലാസ് ഏരിയാസൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ലാഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കയറി ചവിട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ സാധിക്കും. ഈ സൈഡിൽ തന്നെ നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഗ്ലാസ് ഏരിയയാണ് നിങ്ങളീ കാണുന്നത്. ഒരു ഹാൻഡ് റെയിൽ വർക്ക്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഒറ്റ നോട്ടത്തേക്ക് കാണാൻ സാധിച്ചോ? ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കൂ. 11.5 അടി ഒറ്റ ഗ്ലാസ്സാണ് നമ്മളിട്ടിരിക്കുന്നത്, 4 സ്പൈഗോട്ടും. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ വർക്കുകൾക്ക് ഭംഗി കൂട്ടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യുന്നതാണ്. 12-8 വരെ സൈസുള്ള ഗ്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, ടഫ് ആൻഡ് ഗ്ലാസ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒറ്റ ഗ്ലാസ് ഇടാൻ സാധിക്കും. അത് വർക്കിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കും. ചുരുക്കമാണ് ഒരു ഗ്ലാസ് ഇടുക എന്നുള്ളത്. ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ രണ്ടും ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ ഗ്ലാസ് ആയിട്ട് നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. സോ ഉപയോഗിച്ചിരിക്കുന്ന ജിൻഡാലിൻ്റെ 304 സ്റ്റീലാണ്. ഗ്ലാസ് ഏരിയാസ് ക്ലീൻ ചെയ്യുമ്പോൾ ഏറ്റവും ഗുണനിലവാരമുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നൂല് പോലെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിടിച്ചിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്ന് ആക്സസുള്ള സ്ഥലങ്ങളിൽ കൂടുതലും ഗ്ലാസ് ക്ലീനേഴ്സോ അല്ലെങ്കിൽ ഷാമ്പൂ വാട്ടറോ ഉപയോഗിച്ചുകൊണ്ട് പേപ്പേഴ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പേപ്പർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റവും മികച്ച വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്ലാസ് പ്ലാനറ്റ്. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് നമ്മൾ ഫീൽഡിലുണ്ട്. സോ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി എടുക്കാം, കോൺടാക്റ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.